ഇപ്പൊ നിങ്ങള് ആലോചിക്കണ്ടാവും, അല്ല പോത്ത് വരട്ടിയതല്ലേ. എന്റെ വീട്ടിലും ഇതേപോലെ ഒരു കഥ ഉണ്ടായിരുന്നു. ഇതേപോലെ ഒരു സാധനം ഞാൻ കൊടുത്തു, നമ്മുടെ പോത്ത് വരട്ടിയത് കൊടുത്തു. അല്ലാതെ അടിപൊളിയായിട്ട് നിങ്ങളുടെ പോത്ത് നല്ല ടേസ്റ്റ് ആണ്, ഇത് എവിടെ നിന്ന് മേടിച്ചതൊക്കെ ചോദിച്ചു. അവസാനാണ് ഞാൻ പറഞ്ഞത് അത് പോത്തല്ല. അത് പോത്താണ്. ബീഫായിരിക്കും. അല്ല, ബീഫും അല്ല. പിന്നെ എന്നിട്ടാണ് ഒരു പച്ചക്കറിയാണ്. പച്ചക്കറിയോ? സോയാബീൻ. സോയാബീൻ കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ ഈ ബീഫ് ഉണ്ടാക്കുന്നത്. ഒരു ഡ്രൈ ഫ്രൈ. അപ്പൊ ഇഷ്ടായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ഫുൾ വീഡിയോ നോക്കല്ലേ. ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് സോയാബീൻ പേപ്പറൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് വെള്ളം നിറയ്ക്കട്ടെ. അതിൽ ആവശ്യത്തിന് ഉപ്പ്, പൊട്ടിക്ക് ഓയിൽ. നമുക്കതൊരു മൂടി വെച്ച് അടയ്ക്കാം കേട്ടോ. നമുക്കത് തിളച്ച് വെട്ടേട്ടോ. ഇടയ്ക്ക് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടോ. നമുക്കിനി ഒരു 15 മിനിറ്റ് നേരം അതങ്ങനെ തിളപ്പിക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിൽ വെള്ളം കളയാം. നല്ല ചൂടുള്ളപ്പോൾ തന്നെ അത് രണ്ടായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ സോയാബീൻ കട്ട് ചെയ്തു കേട്ടോ. ഇപ്പോഴും ചെറിയൊരു ചൂടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി സ്പൈസസ് ചേർക്കാം കേട്ടോ. മഞ്ഞപ്പൊടി, മല്ലി, മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ചോർക്ക. അത് നമ്മുടെ കൈ ഉപയോഗിച്ച് ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേ നന്നായിട്ടൊന്ന് ഇങ്ങനെ അങ്ങോട്ട് ഞെരടി അങ്ങോട്ട് പിഴിഞ്ഞോളൂ കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാനേ കയറ്റണം. നമുക്കത് കുറച്ച് നേരം അവിടെ വെക്കാട്ട മാരിനേറ്റ് ചെയ്തിട്ട്. നമുക്ക് ഇതേപോലെ ഒരു പാത്രം വെക്കാം കേട്ടോ. മീഡിയം ചൂടിൽ വെളിച്ചെണ്ണ, പട്ട, ജാതിപത്രി, ഓലപ്പ, ബേ ലീഫ്, പെരിഞ്ജീരകം, ജീരകം, കുരുമുളക് മൊത്തമായിട്ടുള്ളത്, ഏലക്കായ, ഗ്രാമ്പു. അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഹോട്ട് സ്പൈസിനുള്ള സ്മെല്ലുണ്ടല്ലോ, അത് വരണം കേട്ടോ. അതായത് മൂത്ത് വരുന്നുണ്ടെന്ന്. വെളുത്തുള്ളി ഇങ്ങനെ സ്ലൈസ് ചെയ്തത്, ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് മുക്കിയത്, പച്ചമുളക് രണ്ടായിട്ട് കീറിയത്. അങ്ങോട്ട് ഇളക്കാട്ടോ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടതാ, അതൊന്ന് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുനുകുനാന്ന് ഇതേപോലെ ചെറുതായിട്ട് എരിഞ്ഞ സബോള ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില. നമുക്ക് ഇതെങ്ങനെ ആക്കിക്കൊണ്ടിരിക്കാം. സബോള നന്നായിട്ട് വഴറ്റി വരട്ടോ. നമ്മുടെ സബോള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മഞ്ഞപ്പൊടി. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നങ്ങോട്ട് ഇളക്കാം. മല്ലി, മുളക് പൊടി,
അതെ പിന്നെ കളക്കാനായിട്ട് കേട്ടോ. നമുക്കതൊരു 3 to 5 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം കേട്ടോ. ആ സ്പൈസസ് ഒന്ന് കുക്കാവണ വരെ. നമുക്കിനി നാം മാരിനേറ്റ് വെച്ച ബീഫ് ഉണ്ടല്ലോ അത് ചേർത്തെടുക്കാം. സോറി, ബീഫല്ല, സോയാബീൻ. ബീഫല്ല കാണണ്ടല്ലോ, അതുകൊണ്ടാ. നമുക്ക് ഇനി അത് അങ്ങോട്ട് താഴ്ത്തുന്നൊക്കെ ഇട്ട് ഇളക്കി ഇതൊന്ന് യോജിപ്പിക്കാം കേട്ടോ. അതൊക്കെ എടുത്തിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാട്ടോ വീണ്ടും. നമ്മുടെ ബീഫ് അല്ല സോറി സോയ ദേ കിടലിനായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാട്ടോ വീണ്ടും. അതൊന്ന് ഇതേപോലെ ഒന്ന് കളറായി കഴിയുമ്പോൾ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ബ്രൗൺ ആയി കഴിയുമ്പോ കുരുമുളകിന്റെ പൊടി നമുക്കിനി ഇളക്കി കൊടുക്കാം. നമുക്ക് ഇനി ആ ബീഫ് കൂടെ കിടന്നിട്ട് മൊരിയട്ടെ കേട്ടോ. നമുക്കിനി തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പില. നമുക്ക് ഇനി അത് യോജിപ്പിക്കാം കേട്ടോ. നമ്മുടെ പോത്ത് വറ്റിച്ചില്ല നിങ്ങളെ. പോത്തൊന്നല്ല മനസ്സിലായില്ലേ? സോയാബീൻ നോക്കി, അതിന്റെ കളറ്, അതിന്റെ ടെക്സ്ചർ എല്ലാം എക്സാക്ട് സെയിം ബീഫാണ് കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു സർപ്രൈസോ പറ്റിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ, കാരണം ഇത് ഓൺലൈൻ സംഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 100% ഗ്യാരണ്ടിയാണ് ഈ റെസിപ്പിക്ക് ഞാൻ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്തോളൂ. ഓക്കെ, ഇത് തിന്നിട്ട് ആരെങ്കിലും ബീഫല്ലാന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് അറിയിച്ചേക്കണേ. 150% ഗ്യാരണ്ടി തന്നെ റെസിപ്പിയാണ്. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട ഒന്ന് കമന്റ് ചെയ്തേക്കണേ, ഒന്ന് ഷെയർ ചെയ്തേക്കണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ മറന്നിട്ടില്ല, എങ്ങനെ തിന്നണ്ടേ? ആസ്വദിച്ച് തിന്നണം. അങ്ങനെ ആസ്വദിച്ചിങ്ങനെ അതിന്റെ കൂടെ ഒരു സബോള നേരത്തെ പറഞ്ഞ പോലെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിക്കണേ. ഓക്കെ, പുതിയ കിടിലൻ വീഡിയോ ഉടനെ വരുന്നതാണ്. ബൈ.